നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവികുളം സബ് കളക്ടറും റിട്ടേണിംഗ് ഓഫീസറുമായ VM ആര്യ അറിയിച്ചു. കൊട്ടിക്കലാശത്തിനിടയിൽ മാധ്യമപ്രവർത്തകനെ UDF നേതാവ് ഭീഷണിപ്പെടുത്തിയതിൽ ചെറുതോണി പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു. ചെറുതോണി പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് BJP നേതാക്കൾ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ വെച്ച് പണം വിതരണം ചെയ്തതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് BJP നേതാക്കൾ പണം വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്തകൾ വിശദമായി. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചു. മെഷീനുകളും സീലുകളും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 229 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. കർശനമായ ഹരിതചട്ടം പാലിച്ചാണ് എല്ലാ പോളിംഗ് ബൂത്തുകളും ക്രമീകരിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്ത് എത്താൻ സജ്ജമായി കേരളം. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിച്ചു. കോളേജ് പരിസരത്ത് പ്രത്യേകമായി പന്തലുകളും ടേബിളുകളും ഒരുക്കിയിരുന്നു. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 229 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ബൂത്തുകളെല്ലാം കർശനമായ ഹരിതചട്ടം പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും 8 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത്. സുഗമമായ വോട്ടെടുപ്പിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഖമായി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനും 3000-ലധികം സുരക്ഷാ സേനാംഗങ്ങളെയാണ് ജില്ലയിൽ വിന്യസിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോണുകൾ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചിട്ടുള്ള നിരീക്ഷകർ, സൂക്ഷ്മ നിരീക്ഷകർ, മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമേ പോളിംഗ് ബൂത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. കോർഡ്ലെസ് ഫോണുകൾ, വയർലെസ്സുകൾ എന്നിവയും ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മാത്രമേ അനുവദിക്കൂ. പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ ചുറ്റളവിന് പുറത്ത് മാത്രമേ ഇലക്ഷൻ ബൂത്ത് സജ്ജീകരിക്കാൻ അനുവദിക്കൂ. ഒരു സ്ഥാനാർത്ഥിക്ക് 1-ലധികം ബൂത്തുകൾ അനുവദിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തൊടുപുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവികുളം സബ് കളക്ടറും റിട്ടേണിംഗ് ഓഫീസറുമായ VM ആര്യ അറിയിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും റെക്കോർഡ് ചെയ്യുവാനായി വെബ്കാസ്റ്റിംഗും അതിലെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ബദലായി CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്വയം സമ്മതമറിയിച്ച ഉദ്യോഗസ്ഥരെയാണ് ഇപ്രാവശ്യം ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആവശ്യമായ ക്രമീകരണം നടത്തിയാൽ മതിയാകും. 3 ഉന്നതികളിലായാണ് ഇടമലക്കുടിയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. സൊസൈറ്റി കുടി, മുളകുതറ കുടി, പരപ്പയാർ കുടി എന്നീ 3 ഉന്നതികളിൽ രാവിലെ 8 മണിക്ക് പോളിംഗ് ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് പ്രശ്നം തരണം ചെയ്യാൻ വയർലെസ് സെറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയർലെസ് സെറ്റ് വഴിയാണ് ഡേറ്റ അപ്ഡേഷൻ, PR ആപ്ലിക്കേഷനിലൂടെ ഓരോ സമയത്തെയും പോളിംഗ് ശതമാനത്തിന്റെ അപ്ഡേഷനും ഒരുക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും റെക്കോർഡ് ചെയ്യുവാനായിട്ട് വെബ്കാസ്റ്റിംഗും അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ബദലായി CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്വയം സമ്മതമറിയിച്ച ഉദ്യോഗസ്ഥരെയാണ് ഇടമലക്കുടിയിൽ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ദേവികുളം സബ് കളക്ടർ റിട്ടേണിംഗ് ഓഫീസറുമായ VM ആര്യ പറഞ്ഞു. ഇടമലക്കുടിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് 3 ബൂത്തുകളാണ് അവിടെയുള്ളത്. സൊസൈറ്റി കുടി, മുളകുതറക്കുടി, പരപ്പയാർക്കുടി.
ഇവിടെ നമുക്ക് പാർട്ടീസ് എന്നത്തെയും പോലെ 8 മണിക്കാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് അവരെ നമ്മൾ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർക്ക് അവിടെ ഫുഡ് വാങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ളത് കൊണ്ട് വയർലെസ് സെറ്റ് വഴിയാണ് നമ്മൾ ഡേറ്റ അപ്ഡേഷൻ, നമുക്ക് PRO ആപ്പ് വഴിയുള്ള ഓരോ സമയത്തെയും പോൾ പെർസെൻറ്റേജ് അപ്ഡേഷൻ ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും റെക്കോർഡ് ചെയ്യുവാനായിട്ട് നമ്മൾ വെബ്കാസ്റ്റിങ്ങും അതിലെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വില്ലിങ്നെസ് തന്ന ആൾക്കാരാണ് ഇപ്രാവശ്യം ഇടമലക്കുടിയിലേക്ക് പോകുന്നത്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം തന്നെ സുഗമമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊട്ടിക്കലാശത്തിനിടയിൽ മാധ്യമപ്രവർത്തകനെ UDF നേതാവ് ഭീഷണിപ്പെടുത്തിയതിൽ ചെറുതോണി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന യോഗം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. പൊതുവേദിയിൽ DCC പ്രസിഡന്റ് നടത്തിയ വിവാദ പരാമർശം, സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ ഭീഷണി ചെറുതോണി പ്രസ് ക്ലബ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പ്രസ് ക്ലബ് സെക്രട്ടറി KS മധു പറഞ്ഞു. ഇടുക്കി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിനിടയിൽ സിറ്റി വിഷൻ റിപ്പോർട്ടറും ചെറുതോണി പ്രസ് ക്ലബ് അംഗവുമായ ടിൻസ് ജെയിംസിനെ കോൺഗ്രസ് നേതാവ് ജോയി വർഗീസ് ഭീഷണിപ്പെടുത്തിയതിനെതിരെ ചെറുതോണി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന യോഗം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അവിചാരിതമായി നമ്മുടെ സഹപ്രവർത്തകൻ ടിൻസിനെ UDF പ്രവർത്തകർ ചെറുതോണി പാലത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രതിഷേധിക്കാനായിട്ടാണ്. നമുക്കറിയാം, മാധ്യമപ്രവർത്തകർ, ചെറുതോണിയിലെ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെയായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും പൊതു സ്ഥലത്ത് വെച്ച് നടന്ന ഒരു വാർത്ത പ്രക്ഷേപണം വാർത്ത കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം ഉണ്ടായത്. എന്നും എപ്പോഴും ഏത് സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ടിൻസിനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. പൊതുവേദിയിൽ DCC പ്രസിഡന്റ് നടത്തിയ വിവാദ പരാമർശം, സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത ടിൻസിനെതിരെ ഉണ്ടായ ഭീഷണി ചെറുതോണി പ്രസ് ക്ലബ് ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പ്രസ് ക്ലബ് സെക്രട്ടറി KS മധു പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ബിജു വൈശ്യർ, ട്രഷറർ VK സ്റ്റാലിൻ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ, PL നിസാമുദ്ദീൻ, ലാജി പ്ലാത്തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് ജില്ലാ നേതാവുമായ ജോയി വർഗീസിനും കണ്ടാലറിയാവുന്ന 5 പേർക്കുമെതിരെ ചെറുതോണി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കളിക്കളത്തിലെ ഒഡിയൻസ് മാഷുകൾ ഓർമ്മയായി. കഴിഞ്ഞ ദിവസം നിര്യാതനായ വോളിബോൾ താരം മൈലക്കൊമ്പ് വേണാട്ട് ഒഡിയൻ ജോർജ് എന്നറിയപ്പെടുന്ന VC ജോർജിന്റെ സംസ്കാരം മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നടന്നു. മുൻ കായിക താരങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വസതിയിലും പള്ളിയിലും ആദരാഞ്ജലികൾ അർപ്പിച്ചു. വോളിബോൾ കോർട്ടുകളിലെ ഒഡിയൻസ് മാഷുകൾ ഇനിയില്ല. സംസ്ഥാന വോളിബോളിൽ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന മൈലക്കൊമ്പ് വേണാട്ട് VC ജോർജിന് ജന്മനാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. ചെറുപ്പത്തിൽ വോളിബോൾ പരിശീലനം നൽകിയ കാര്യം സംസ്കാര ശുശ്രൂഷയിൽ സന്ദേശം നൽകിയ ഫാദർ ഷൈൻ മറ്റത്തിൽ ഓർമ്മിപ്പിച്ചു. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, ഞങ്ങളൊക്കെ പണ്ട് കുഞ്ഞു മുതലേ വിളിച്ചുകൊണ്ടിരുന്നത് വർക്കിക്കുഞ്ഞ് ചേട്ടൻ എന്നാണ്. ഈ മയിലുക്കൊമ്പിനെ ശരിക്കും മയിലുക്കൊമ്പ് എന്താ പറഞ്ഞാൽ ഈ കേരളത്തിലും അതിന് പുറത്തൊക്കെ ഈ മയിലുക്കൊമ്പ് എന്നൊരു സ്ഥലം പൈങ്കുള ആശുപത്രി വന്നപ്പോൾ അത് മെന്റൽ ഹോസ്പിറ്റലിൻ്റെ ഒരു രീതിയിൽ അത് ഫേമസ് ആയി. എന്നാലും മയിലുക്കൊമ്പ് പുറം ലോകത്തേക്ക് അറിയപ്പെട്ടത് വർക്കിക്കുഞ്ഞ് ചേട്ടനിലൂടെയാണ്. ഞങ്ങൾ 70കളിൽ ഞങ്ങൾ പോയി പള്ളിത്താഴത്ത് നിന്നും വോളിബോൾ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വോളിബോളിനെ കളിക്കുവാനായിട്ട് പഠിപ്പിച്ചതും മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പന്ത് എടുത്തു കൊടുക്കാൻ, പിള്ളേരൊക്കെ ആയിരിക്കുമ്പോൾ ആദ്യമേ പന്ത് എടുത്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളെ സർവീസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരെയും കളി പഠിപ്പിക്കുവാനായിട്ട്. അതുകൊണ്ട് വാഴക്കുളത്തിലുള്ള വോളിബോൾ ക്ലബ്ബുകാർ, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പൊക്കം മുഴുവൻ. കാരണം വോളിബോളിലൂടെ ഈ ലോകത്തെ ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ, അതിനും പുറത്ത് നമുക്കറിയാം, സംസ്ഥാനത്തിന് വേണ്ടി കളിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന വർക്കിക്കുഞ്ഞ് ചേട്ടൻ. അതുപോലെ തന്നെ ജിമ്മി ജോർജ്, ലോകപ്രസിദ്ധനായിട്ടുള്ള ജിമ്മി ജോർജിൻ്റെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. ഈ
ഇതുപോലെയുള്ള ഈ കളി ഉണ്ടായിട്ടും ഇതുപോലെ എളിമയുള്ളൊരു മനുഷ്യൻ ഇത്രമാത്രം മനുഷ്യരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വർഗീകുഞ്ഞേട്ടൻ. ആരെ കണ്ടാലും ശാന്തമായിട്ട് രീതിയിൽ സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഞാൻ ഇന്നലെ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ പള്ളിയുടെ മുമ്പിൽ പാരിഷ് ഹാൾ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ നമുക്കില്ല. പണ്ട് താഴത്തെ പാരിഷ് ഹാളിൻ്റെ മുമ്പിലിരുന്ന് ഞങ്ങളോട് കുശലപ്രശ്നം പറയുകയും സ്നേഹത്തോടുകൂടി കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ആ വർഗീകുഞ്ഞേട്ടൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ 78 വർഷക്കാലം ജീവിക്കുവാനുള്ള അവസരം ദൈവം കൊടുത്തു. ഈ ജീവിതം അവസാനിപ്പിച്ചിട്ട് താൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു ചെല്ലുവാനായിട്ട് ദൈവം ഈ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചപ്പോൾ ആ സ്വർഗത്തിലേക്ക്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിച്ചത്. ഇതെല്ലാം നിമിത്തമായിട്ട് സംഭവിച്ചതാണ് നമ്മൾ വിചാരിക്കരുത്. ദൈവത്തോടും ദൈവത്തിൻ്റെ സ്നേഹത്തോടും ദൈവത്തിൻ്റെ പദ്ധതികളോടും ചേർത്ത് നിൽക്കുന്നവരെ ദൈവം എപ്പോഴും ചേർത്ത് നിർത്തും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ 2ാം ദിവസം തന്നെ സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വർഗീകുഞ്ഞേട്ടനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവത്തിന് മനസ്സായത്. അപ്പോൾ ഈ നമുക്കറിയാം ഇദ്ദേഹം ഈ കേരളത്തിലല്ല ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം ന്യൂമാൻ കോളേജിൽ ലൈബ്രറിയനായിരിക്കുമ്പോൾ പുറത്തേക്ക് പോകുവാനായിട്ടെന്ന് പറഞ്ഞാൽ ക്യാമ്പിന് പോകുവാനായിട്ടുള്ള അലഹബാദിലോ അങ്ങനെ കണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാമ്പ് പോകാനായിട്ട് ലെറ്റർ കിട്ടുവാനായിട്ട് താമസിച്ചു പോയതുകൊണ്ട് ഒക്കെയാണ് അദ്ദേഹത്തിന് ആ ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കാത്തതും. അങ്ങനെയൊക്കെ പങ്കെടുത്തായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുവാനായിട്ട് അത്രമാത്രം കാലിബറുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ കളിയുള്ള ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഒടിയൻ ജോർജ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഒടിയൻ ജോർജ് അങ്ങനെയാണ് അറിയപ്പെടുക. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ല പൊക്കമുള്ളതുകൊണ്ട് ജമ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വോളിബോൾ അടിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ നേരത്ത് ചാടുമ്പോൾ ഒരു കാല് പയ്യെ മടക്കും. അങ്ങനെയാണ് നിങ്ങൾ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ കാലിങ്ങനെ വളച്ച് അങ്ങനെ ചാടുമ്പോൾ നല്ല ഹൈറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം ഒടിയൻ ജോർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വസതിയിലും പള്ളിയിലും മുൻ കായിക താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. എതിരാളികളുടെ നെഞ്ചിൽ ഇടിമിന്നൽ തീർത്ത പ്രത്യേക സ്മാഷുകളിലൂടെ അനശ്വരനായ വോളിബോൾ താരമാണ് ജോർജ് ചേട്ടനെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഷാജി ഈപ്പൻ അനുസ്മരിച്ചു. കേരള വോളിബോളിലെ കുലപതികളിലൊരാളായ ഒടിയൻ ജോർജിൻ്റെ സ്മാഷുകൾ ഇനി ഓർമ്മ മാത്രം. എതിരാളികളുടെ നെഞ്ചിൽ ഇടിമിന്നൽ തീർത്ത പ്രത്യേക സ്മാഷുകളിലൂടെ അനശ്വരനായ മൈലക്കൊമ്പ് വേണാട്ട് BC ജോർജ് കഴിഞ്ഞ ദിവസം അന്തരിച്ചു. ശ്രദ്ധേയമായ സ്പൈക്കറായിരുന്നു ജോർജ്. എതിരാളികളുടെ കണ്ണ് വെട്ടിച്ച് മിന്നൽ വേഗത്തിൽ അതിശക്തിയോടെ ഗാലറിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ബോളുകൾ തീർക്കുമായിരുന്നു ജോർജ് ചേട്ടൻ, ഒരു അണലിയുടെ ചീറ്റലോടെ. അദ്ദേഹത്തിന് മാത്രമുള്ള വോളിബോളിലെ ഒരു ടെക്നിക്കിൻ്റെ പേരായിരുന്നു ഒടിയൻ എന്നുള്ളത്. വോളിബോളിൻ്റെ പൊസിഷൻ 2-ൽ നിന്നും 4-ലേക്കുള്ള ആ ഒടിയൻ സ്മാഷ്, ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒടിയൻ എന്ന പേരിൽ വോളിബോൾ കളിക്കാർക്കിടയിലും ആരാധകർക്കിടയിലും ജോർജ് ചേട്ടനെ ഒടിയൻ ജോർജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരു പക്ഷേ ഉദയകുമാർ കഴിഞ്ഞാൽ വോളിബോൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ബ്ലോക്ക് ഒടിയൻ ജോർജിൻ്റേതാണെന്ന് പറയാം. കൃത്യതയുള്ള പൊട്ടാത്ത ബ്ലോക്ക്, അതും ഒടിയൻ ജോർജിൻ്റെ ഒരു പ്രത്യേകതകളിലൊന്നായിരുന്നു. വോളിബോൾ രംഗത്ത് ഇത്രയധികം വാശിയുള്ള മറ്റൊരു കളിക്കാരനുണ്ടോ എന്നതും സംശയമാണ്. 1982-85 കാലത്ത് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ ലാബ് അസിസ്റ്റൻ്റായിരുന്നു ഒടിയൻ ജോർജ് ചേട്ടൻ. ജോർജ് ചേട്ടൻ അന്നു മുതൽ ഞാനുമായി നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി മനോഹരമായ കളികൾ അദ്ദേഹത്തിൻ്റെ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. തൊടുപുഴ വോളിബോൾ ക്ലബിന് വേണ്ടി ഏറെക്കാലം കളിച്ച അദ്ദേഹം കേരള സംസ്ഥാനത്തിന് വേണ്ടിയും ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. വോളിബോളിലെ എക്കാലത്തെയും വിസ്മയങ്ങളിലൊന്നായിരുന്നു അന്തരിച്ച ഒടിയൻ ജോർജ് ചേട്ടൻ. ജോർജ് ചേട്ടന് ആദരാഞ്ജലികളും അർപ്പിക്കുന്നു സ്നേഹപൂർവ്വം.
സംസ്കാര ശുശ്രൂഷകളിൽ പള്ളി വികാരി ഫാദർ മാത്യൂസ് മാളിയക്കൽ, ഫാദർ ജോൺസൺ ഒറോപ്ലാക്കൽ, ഫാദർ ജോസഫ് കുന്നുംപുറത്ത്, ഫാദർ സിബി കരികിലാമറ്റം, ഫാദർ ജോസഫ് പറക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. വോളിബോൾ താരമെന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ലാബ് അസിസ്റ്റന്റായി ജോർജ് ചേട്ടൻ ജോലി ചെയ്തിരുന്നു. വോളിബോളിനെ സ്നേഹിച്ച ജോർജ് ചേട്ടനും ഒഡിയൻസ് മാഷുകളും ഇനി ഓർമ്മ മാത്രം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് BJP നേതാക്കൾ പണം വിതരണം ചെയ്തതായി കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണം. അനധികൃത ഇടപാട് കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടു. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശി പ്രദേശത്താണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അനുയായികളും അയൽപ്പക്കം സന്ദർശിക്കുന്നതിനിടെയാണ് സംഭവം. BJP പ്രവർത്തകർ വീട്ടിൽ ഒരു വൃദ്ധ സ്ത്രീയുമായി ഇടപഴകുന്നതും തുടർന്ന് വെളിപ്പെടുത്താത്ത തുക കൈമാറുന്നതുമാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ. ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്ത് തോട്ട് പിടിക്കുന്നു. ആരുടെ അല്ല കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുക്കുന്നില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ അല്ല എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കണ്ണുകുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. ആദ്യം പറഞ്ഞെന്താ നമ്മളെ അറിയാലോ. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാർഡ് എടുക്കാൻ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ മൊബൈൽ തട്ടിപ്പറിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കോതമംഗലം MA കോളേജിൽ നടന്നു. വിദൂര ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ജീപ്പിൽ കയറ്റി പൂയംകുട്ടിയാറിലെ ബ്ലാവനയിൽ എത്തിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ മറുകരയിലേക്ക് കൊണ്ടുപോയത്. മുമ്പും പല പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള വിദൂര ബൂത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അജു ശിവൻ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ 5 വിദൂര ബൂത്തുകൾ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ്. വനമധ്യത്തിലുള്ള വാരിയം, തേര, കുഞ്ചിപ്പാറ, തലവെച്ചപാറ, താളുങ്കണ്ടം എന്നീ ഉന്നതികളാണ് വിദൂര ബൂത്തുകൾ. ഇതിൽ വാരിയം ഉന്നതിയാണ് ഏറ്റവും ഉൾഭാഗത്തുള്ള ബൂത്ത്. ഇവിടെ 82 വോട്ടർമാരാണുള്ളത്. കുഞ്ചിപ്പാറ 210, തലവെച്ചപാറ 387, തേര 54, താളുങ്കണ്ടം 113 എന്നിങ്ങനെയാണ് വോട്ടർമാരുടെ എണ്ണം. വന്യജീവികളുള്ള വനപാതയിലൂടെ ദുർഘടപാതകളും തോടുകളും കടന്നു വേണം വന്യമൃഗശല്യവുമുള്ള ഈ ബൂത്തുകളിലേക്ക് എത്തുവാൻ. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് എന്നും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. മുൻപും പല പ്രാവശ്യം തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള വിദൂര ബൂത്തിൽ ഡ്യൂട്ടി ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അജു ശിവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി BJP നേതാക്കൾ പണം വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJPയും CPMഉം ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തിയും വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും ഹിറ്റുകളും ഒക്കെ കൈമാറിയുമുള്ള വ്യാപക സംഭവങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പാലക്കാടും വോട്ടർമാരെ സ്വാധീനിക്കുവാൻ പണം നൽകിയത്. കേരളത്തിൽ ഇത്തരം ശീലങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ശീലത്തിനാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് BJPയും CPMഉം ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തിയും വോട്ടർമാരെ സ്വാധീനിക്കാൻ പണവും കിറ്റുകളും ഒക്കെ കൈമാറിയിട്ടുള്ള വ്യാപകമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് BJP സ്ഥാനാർത്ഥി അവരുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ തന്നെ പണം വിതരണം ചെയ്യുന്ന വീഡിയോ കോൺഗ്രസ് പിടിച്ചെടുത്ത് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇന്നലെ മുഴുവൻ എല്ലാവർക്കും ഏറ്റവും പാവപ്പെട്ടവരുടെ വീടുകളിൽ കൊണ്ടുപോയി പണം കൊടുക്കുകയും അവർക്ക് സാരികൾ വിതരണം ചെയ്യുകയും ചെയ്യാണ്. BJP വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഈ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ സാരി വിതരണം ചെയ്യുകയും പണം കൊടുക്കുകയും ചെയ്യാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതാണ്.
പുതിയ ശീലത്തിലാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പുതിയൊരു രാഷ്ട്രീയ ശീലത്തിലാണ്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ല. അത് വ്യാപകമായിട്ട് BJP സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യാറ്. അതേസമയം CPM അതിന് പകരമായിട്ട് ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ അവസാന നിമിഷം ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പബ്ലിഷ് ചെയ്ത് ഇറക്കിയാണ്. ഇന്നലെ അടൂരിലെ സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരായിട്ട് അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള വ്യാപകമായി പ്രിന്റ് ചെയ്ത മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്തു. വ്യാപകമായി ഒരു കൊലക്കേസിലും പ്രതിയല്ല. ഒരു തരത്തിലുള്ള അത്തരം കേസുകൾ അദ്ദേഹത്തിന്റെ പുറത്തില്ല. അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വ്യാപകമായിട്ട് ഒരു കൊലക്കേസിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് കൊലപാതക കേസിലെ പ്രതിയാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണം CPMന്റെ അറിയപ്പെടുന്ന അടൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നിപ്പോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒന്നും. ഇന്നിപ്പോ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് കയ്പ മണ്ഡലത്തിലെ, അതായത് പറവൂരിലെ LDF മണ്ഡലം കമ്മിറ്റിയല്ല, എന്റെ LDFന്റെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സ്ഥലത്തെ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു നോട്ടീസ് അടിച്ചിട്ടാണ് ഇന്ന് വ്യാപകമായി വിതരണം നടന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അത് 20 കൊല്ലം മുമ്പുള്ള എന്റെ ആശുപത്രിയുടെ പടം ഇട്ടിട്ട് ആണ് ഇവിടെ പത്രം ഇറക്കിയത്. 20 കൊല്ലം മുമ്പുള്ള ഒരു ആശുപത്രി, മനസ്സിലായില്ലേ? ആ ആശുപത്രി അവിടെ 52,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതാണ്. ഒന്നും പണിതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. 18,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ പണി ചെയ്യാനുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയായ 70,000 സ്ക്വയർ ഫീറ്റ് ആകും. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ഉള്ള എല്ലാ സൌകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ആശുപത്രികളിൽ ഒന്നാവും. എന്നിട്ട് തെറ്റായ പ്രചരണമാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിന്റെ കാലത്ത് ഉണ്ടായിരുന്ന KSRTC സ്റ്റാൻഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പടമാണ്. ഫ്ലഡിൽ വെള്ളം കയറാത്തത് എവിടെയാണെന്ന്, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത സ്ഥലം എവിടെയാണ് പറവൂര്. അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് KSRTC സ്റ്റാൻഡ് എന്ന് പ്രചരണം നടത്തുക. നിങ്ങൾ പോകുന്ന വഴിക്ക് ആ KSRTC സ്റ്റാൻഡ് ഒന്ന് കയറി നോക്ക്. ആ KSRTC സ്റ്റാൻഡിൽ ഒന്നുമില്ല. ഇങ്ങനെ ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തി വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ അവസാന നിമിഷം ഇതൊന്നും ജനങ്ങൾ ഇതിലൊന്നും നിൽക്കില്ല. അവര് LDFനെതിരായും അതുപോലെ BJPക്കെതിരായും അതിശക്തമായി പ്രതികരിക്കുകയും UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അതേ അവസരത്തിൽ ഈ വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ കുറെ കൂടി ശ്രദ്ധ ചെലുത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് പോസ്റ്റലോട്ടായിരുന്നു സർവീസിലുണ്ടായിരുന്ന ആളുകൾക്ക് കൂടി, അതായത് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർക്ക്. ഇപ്പൊ പോസ്റ്റലോട്ടില്ല. അതിനു പകരം ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ജീവനക്കാർ വോട്ട് ചെയ്യണമെന്നാണ്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് അതിനുവേണ്ടി വെച്ചത്. നിരവധി ദിവസം ഇവർ പലരും പോയെങ്കിലും പല സ്ഥലത്തും ഇതുവരെ ബാലറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനോടും ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യണം ഫെസിലിറ്റേഷൻ സെന്ററിന്റെ. ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക്, ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, ഉദ്യോഗസ്ഥർക്ക്, പലർക്കും അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും. ആദ്യമായിട്ടാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. പണ്ട് പോസ്റ്റൽ വോട്ടാണ് കൃത്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള വോട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാം. ഇപ്പൊ ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ബാലറ്റ് ഇല്ല. ബാലറ്റ് പോലും അടിക്കാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്? കഴിഞ്ഞ 18 വർഷമായി തൊടുപുഴയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി മുതൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 11 രാവിലെ 11 മണിക്ക് സംഘടിപ്പിക്കും. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ അത്യാകർഷണ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ലളിതവും സുന്ദരവുമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വശ്യമായ കളക്ഷൻസും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 18 വർഷമായി തൊടുപുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് നിങ്ങൾ നൽകി വന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി. നമ്മുടെ നവീകരിച്ച പുതിയ ഷോറൂം ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം കൂടുതൽ ഹൃദ്യമാകുന്നതിനും ഞങ്ങളുടെ സേവനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് നവീകരിച്ച പുതിയ ഷോറൂം ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം തുടങ്ങിയവയുടെ അത്യാകർഷകമായ പുതിയ കളക്ഷൻസ് ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. അതിലുപരിയായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ, ലളിതവും ഹൃദ്യവുമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു കൗണ്ടർ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ആഘോഷവേളയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ട ജില്ല പൂർണ്ണമായും സജ്ജമാണെന്ന് പത്തനംതിട്ട ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത്. ജില്ലയിൽ 9,74,802 വോട്ടർമാരുണ്ട്. 1,207 പോളിംഗ് സ്റ്റേഷനുകളിലായി 25 സ്ത്രീ സൗഹൃദ ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. FST ഉൾപ്പെടെ ജില്ലയിലെ സ്ക്വാഡുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട പോളിംഗ് ഓഫീസർമാരുടെ 3ാം ഘട്ട പരിശീലനം ചൊവ്വാഴ്ച പൂർത്തീകരിച്ചിരുന്നു. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KS നാസിയ എന്നിവരും പങ്കെടുത്തു. ആകെ വോട്ടർമാർ 9,74,802 വോട്ടർമാരാണ് ഉള്ളത്. നമുക്ക് മൊത്തം പോളിംഗ് ബൂത്തുകൾ 1,207 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിൽ ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് അത് 25 പോളിംഗ് ബൂത്തുകളാണ്. നമുക്ക് പോലീസിന്റെ ഒരു പോലീസും നമ്മൾ ചേർന്ന് ഫീഡ്ബാക്ക് എടുത്ത ശേഷം 25 ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ജില്ലയിലെ എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരും അതുപോലെ ജനറൽ ഒബ്സർവേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ സെക്ടർ ഓഫീസേഴ്സ് 121 സെക്ടർ ഓഫീസർമാരെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടന്നു വരുന്നു. ജില്ലയിൽ മറ്റ് സ്ക്വാഡുകളെല്ലാം തന്നെ SST, FST തുടങ്ങിയ സ്ക്വാഡുകളെല്ലാം തന്നെ പ്രവർത്തിച്ചു വരുന്നത്. അവർ ഇലക്ഷൻ ദിനത്തിലും അവർ ആക്റ്റീവായിട്ട് തന്നെ ആയിരിക്കും പോവുക. ഇനി നമ്മളുടെ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോളിംഗ് ഓഫീസേഴ്സിന്റെ 3 ഘട്ടത്തിലുള്ള ട്രെയിനിങ് നാളെ ഏപ്രിൽ 7-നാണ് അവസാന ദിവസം. അങ്ങനെ 3 ഘട്ടത്തിലായിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നത്. അവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയും മറ്റു മോക്ക് ഡ്രില്ലും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലും സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ഗെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് സംഘടിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോ പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോം വോട്ടിംഗ് നമ്മളുടെ പൂർത്തിയായിരിക്കുകയാണ്. 1,866 2 കൂടെ ചേർത്തിട്ട് അപ്പൊ ഏകദേശം അതിന്റെ കണക്ക് പറയണം. ടോട്ടൽ കണക്ക് ഞാൻ പറയാം. അപ്പം എല്ലാവരും മൊത്തം കൂടെ നമുക്ക് 98.29 അത്രയും പെർസെന്റേജ് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഹോം വോട്ടിങ്ങിൽ പോയി ഒട്ടുമിക്ക ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ചില ആളുകൾ അപ്പൊ അവരുടെ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ചെയ്ത കേസുകൾ മാത്രമേ വോട്ട് ചെയ്യാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസുകളിലും വോട്ടിംഗ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മളുടെ ബാക്കിയുള്ള പോസ്റ്റൽ ബാലറ്റ് ഇപ്പം വോട്ടിംഗ് എല്ലായിടത്തും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ നമ്മൾ എല്ലാ ട്രെയിനിങ് സെന്ററുകളിലും അതുപോലെ ROD ഓഫീസിലും ഉണ്ട്. ഇത് കൂടാതെ ഒരു പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലീസുകാർ അടക്കമുള്ള ആളുകൾക്കുള്ള വോട്ടിങ്ങിന്റെ സംവിധാനം നമ്മൾ കാത്തലിക്കറ്റ് കോളേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വോട്ടിംഗ് നടന്നു വരും. അതിന്റെ കണക്കുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം അറ്റ് പ്രസന്റ് നമുക്ക് 956 വോട്ടുകളാണ് നമുക്ക് പോസ്റ്റൽ ബാലറ്റ് നമുക്ക് വോട്ടിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് പോളിംഗ് സ്റ്റാഫിൻ്റെത്. ഇനി ഒരു ഏകദേശം 2000-ഓളം ആളുകൾ ഇനിയും വോട്ട് ചെയ്യാനുണ്ട് നമ്മുടെ ജില്ലയില്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സുഗമമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനുമായി ജില്ലയിൽ വിന്യസിച്ചിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള 3,378 സുരക്ഷാ സേനാംഗങ്ങളെയാണ്. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായാണ് ഇങ്ങനെ സേനാംഗങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ജില്ലയിലെ 1,076 പോളിംഗ് ബൂത്തുകളിലും ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. 1,025 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും സുഗമമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുമായി ജില്ലയിൽ വിന്യസിച്ചിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള 3,378 സുരക്ഷാ സേനാംഗങ്ങൾ. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലായാണിത്. ജില്ലയിലെ 1,076 പോളിംഗ് ബൂത്തുകളിലും ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. 2026 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വളരെ ശക്തമായ ഒരു പോലീസ് ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഉദ്ദേശം 3,400-ഓളം സേനാംഗങ്ങളെ വിവിധ യൂണിറ്റിൽ നിന്നുള്ള സേനാംഗങ്ങളെ നമ്മൾ ഈ ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു ഇലക്ഷൻ ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. എല്ലാ ജനങ്ങൾക്കും യാതൊരു ഭയവും കൂടാതെ ബൂത്തുകളിൽ വന്ന് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രഥമമായ കർത്തവ്യം. 12 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ, 45 പോലീസ് ഇൻസ്പെക്ടർമാർ, 142 സബ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ, 1450 സിവിൽ പോലീസ് ഓഫീസർമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, 178 ആംഡ് പോലീസ് ഉദ്യോഗസ്ഥർ, 74 റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് കോൺസ്റ്റബിൾമാർ, 47 പോലീസ് ഹോം ഗാർഡുകൾ, 47 അഗ്നിസുരക്ഷാ ഹോം ഗാർഡുകൾ, 144 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ,
21 വിജിലൻസ് ഉദ്യോഗസ്ഥർ, 36 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, 35 എക്സൈസ് ഉദ്യോഗസ്ഥർ, 14 മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, തമിഴ്നാട്ടിൽ നിന്നുള്ള 108 പോലീസ് ഉദ്യോഗസ്ഥർ, 1025 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ എന്നിവരെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള സർക്കാർ ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ലെന്ന് പരാതി. ഇതേ തുടർന്ന് തൊടുപുഴയിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ഇന്ന് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ചു പേർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് എത്തിച്ചതെന്ന് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജിറ പറഞ്ഞു. ഇതോടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പുറത്തായെന്നും അവർ ആരോപിച്ചു. ഇവിടെ ജീവനക്കാരുടെ പോസ്റ്റൽ ബാലറ്റ് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജീവനക്കാരാണ് ഇവിടെ ഡ്യൂട്ടിക്കായി തൊടുപുഴ മണ്ഡലത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് 2 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് കഴിയുമ്പോഴാണ് അവരുടെ പോസ്റ്റൽ ബാലറ്റ് എത്തിയിട്ടില്ല എന്നുള്ള വിവരം കിട്ടുന്നത്. അങ്ങനെ കളക്ഷൻ സെന്ററിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയ ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ പലരും വോട്ട് ചെയ്യാതെ തിരികെ പോകേണ്ടുന്നൊരു സാഹചര്യം വരികയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ROയുടെ അടക്കം സംസാരിക്കുമ്പോൾ ഇനി 1 മണിക്കൂറിനുള്ളിൽ ഇടുക്കിയിൽ നിന്ന് കുറച്ച് തപാൽ വോട്ടുകൾ കൂടി വരുന്നു പോകാം. അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഈ നടത്തുന്നത്. ഇവിടെ റവന്യൂ വകുപ്പിന്റെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജീവനക്കാരെയും വോട്ട് ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഇടുക്കി കളക്ടറടക്കം നടത്തിയിട്ടുള്ളതാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഒരു RO പറയുന്നത് താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു പോകാം. അപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമ്മതിദാന അവകാശത്തെ ചോദ്യം ചെയ്യുകയും അത് നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് പോവുകയാണ്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സാധനങ്ങൾ കളക്ട് ചെയ്ത ജീവനക്കാർ ഇനിയും കാത്തു നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിശ്ചയിച്ച് നൽകിയ ജീവനക്കാർ പൂർണ്ണമായും പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ ഒരു അർത്ഥത്തിൽ ഇന്നലെ തന്നെ സംഘടനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇന്ന് രാവിലെ അവിടെ എടുക്കുകയാണ്. ആ കേസ് കൂടെ വന്നതിന് ശേഷം മാത്രം അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ജീവനക്കാർ ആരുടെ നിലപാടനുസരിച്ച് താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസം എന്താണ് എന്നടക്കം നമുക്ക് സംശയം തോന്നിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്ന് സാധനം കളക്ട് ജീവനക്കാരെ വളരെ രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് അറിയിച്ചു. ക്രമസമാധാന പാലനത്തിനായി 3000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ 25 പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുമെന്നും വ്യക്തമാക്കി. വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും സുരക്ഷ കർശനമാക്കും. പ്രചാരണം അവസാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. സമാധാനപരമായ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ജില്ലയിൽ 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിൽ ഡിപ്ലോയ് ആകാൻ പോകുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർസ് ഉണ്ട്, അതേപോലെ ബറ്റാലിയൻ പോലീസ് പേഴ്സണൽ ഉണ്ട്, അതേപോലെ ക്രൈം ബ്രാഞ്ച്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾ, MVD, എക്സൈസ്, വിജിലൻസ് ആൻഡ് ആൾസോ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഒരു 1200-ഓളം ഉദ്യോഗസ്ഥരുണ്ട്. അത് മാത്രമല്ല CAPF പോലീസ് പേഴ്സണലും വന്നിട്ടുണ്ട്. CSF മറ്റും ഒഡീസ SAP ആയിട്ട് അവർ വന്നിട്ടുണ്ട്. അവർ ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻ മറ്റും സ്ട്രോങ് റൂം ഇങ്ങനത്തെ ഒരു പ്രത്യേക ചുമതല അവർക്കുണ്ടാകും. അത് മാത്രമല്ല നമുക്ക് തമിഴ്നാട് പോലീസിൽ നിന്നും നമുക്ക് ഒരു കമ്പനി സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഓവറോൾ 3000 പോലീസ് പേഴ്സണൽ ഈ പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഈ ഡ്യൂട്ടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റെഡിയാണ്. അതേപോലെ നാളെ ഈ 48 hours ഓഫ് സൈലൻസ് ക്യാമ്പയിൻ പീരീഡ് കൂടി നാളെ വൈകുന്നേരത്തോടെ തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിയുള്ള കുട്ടികളാസം അങ്ങനത്തെ ലാൻഡ് അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ഒരുക്കങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാനുള്ളത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ഇലക്ഷൻ ഒരു വയലൻസ് അല്ലാതെ ഒരു സ്മൂത്ത്ഫുള്ളായിട്ട് ഇലക്ഷൻ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള എല്ലാ കോപ്പറേഷനും പോലീസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ വയലൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലും പോലീസ് എല്ലാ സംവിധാനങ്ങളും ചെയ്യിച്ചു. ആസ് പെർ EC നോംസ് പ്രകാരം ബൂസ്റ്റ് ഡിപ്ലോയ്മെന്റ് അല്ലാതെ സ്പെഷ്യൽ പാട്രോളിംഗ്, ഏരിയ ഡോമിനേഷൻ ഉള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ
ലാസ്റ്റ് 48 hours ഓഫ് ക്യാമ്പയിനിലുള്ള MCC ഇത് റൂൾസ് ഉണ്ട്, ഗൈഡ്ലൈൻസ് ഉണ്ട്. അപ്പൊ അത് എല്ലാവരും പാലിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ എൻഫോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളും പോലീസ്, SST, FST മറ്റും എല്ലാ വിഭാഗങ്ങളുണ്ട്. സോ അത് നമ്മൾ പ്രാപ്തമായിട്ട് നിരീക്ഷിക്കുന്നു. ഇലക്ഷൻ ആ സമയം തീരുന്നവരെ മറ്റേ ഇൻഡ്യൂസ്മെന്റ്സോ മറ്റേ വയലൻസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. So we request all the parties to cooperate and ensure the free and fair election. Thank you. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ച് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവികുളം സബ് കളക്ടറും റിട്ടേണിംഗ് ഓഫീസറുമായ VM ആര്യ അറിയിച്ചു. കൊട്ടിക്കലാശത്തിനിടയിൽ മാധ്യമപ്രവർത്തകനെ UDF നേതാവ് ഭീഷണിപ്പെടുത്തിയതിൽ ചെറുതോണി പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു. ചെറുതോണി പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് BJP നേതാക്കൾ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ വെച്ച് പണം വിതരണം ചെയ്തതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് BJP നേതാക്കൾ പണം വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.